നമസ്തേ ഗൈസ്. ഗൈസ്, ഇന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് കിച്ചൺ വർക്ക് ഉണ്ടായിരുന്നു. ചോറ്, കറി, ഉപ്പേരി, അത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര പണി എന്താണ്, ഞങ്ങൾ കിച്ചൻ്റെ വർക്ക് ചെയ്യുന്നതല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ, നിങ്ങളെ പോലെയല്ല. കാരണം ഞാനൊരു പേഷ്യൻ്റ് ആണ്. ആണെന്ന് ചോദിച്ചാൽ ആണ്, ഇല്ല ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആണ്. കാരണം എനിക്ക് സ്ട്രോക്ക് വന്നിരുന്നു. സ്ട്രോക്ക് വന്നപ്പോൾ ഈ ഭാഗം ഫുള്ള് ഇങ്ങനെയാണ്, എന്താ പറയുക, ജീവനില്ലാത്ത പോലെയാണ്. എന്നാലും ഒക്കെയാണ്, എന്നാലും പ്രശ്നങ്ങളുണ്ട്. അത് സംസാരത്തെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടേക്ക് നമുക്ക് വീഡിയോ കണ്ടാൽ അറിയാം, ഇവിടെയൊക്കെ ചേഞ്ചിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോ കണ്ടാൽ അറിയുള്ളൂ. അപ്പം കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിന് ആ ഒരു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളോട് സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കരുത് ഞാനൊരു ആക്ടിങ് ചെയ്യാണ് ക്യാമറയുടെ മുന്നിൽ. അങ്ങനെയല്ല, എൻ്റെ നേച്ചർ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് എൻ്റെ ഇതിൽ, അവരൊക്കെ കാണുന്നുണ്ടാവും. അവർക്കറിയാം എന്നെ എങ്ങനെയാണെന്ന് അവർക്കറിയാം. പിന്നെ ഞാൻ ഹിന്ദി സോങ്ങാണ് കൂടുതൽ ഇടുന്നത്. കാരണം വെച്ചാൽ എൻ്റെ മീനിങ്സ് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഹിന്ദി സോങ്സൊക്കെ കൂടുതൽ ഇടുന്നത്. പിന്നെ മലയാളം പ്രശ്നം പിന്നെ മീനിങ്സിനെ കുറച്ച് പ്രശ്നമുണ്ട്. ലവ് ആണോ ദേഷ്യമാണോ എന്ന് മനസ്സിലാവില്ല. എന്നാലും 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും ഇടും ഞാൻ, 100% ആണ്. പിന്നെ നിങ്ങളെല്ലാവരോട് എനിക്ക് റിക്വസ്റ്റ് ആണ്, എനിക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം. അല്ലാഹനോട്, യേശുവിനോട്, ഭഗവാനോട്, മഹാദേവനോട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടറിയോ? എനിക്ക് നല്ലൊരു ആരോഗ്യം തരണമെന്ന്. മീൻസ് പണ്ടത്തെ പോലെ, ഇതിൻ്റെ മുന്നേ 1 വർഷം മുന്നിലത്തെ പോലെ ആക്കി തരണം. അത് എനിക്ക് കുറേ കാര്യം ചെയ്യാനുണ്ട്. പൈസ സമ്പാദിക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഒരു ലൈഫിൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റാണ്. മീൻസ് മരിക്കുന്ന വരെ നമ്മൾ സന്തോഷം, നല്ല ഹാപ്പി ആയിട്ട് മരിക്കണം. എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്ക് മനോരഞ്ജനമുള്ള സാധനങ്ങൾ. അതെ, പാട്ടും സംഗീതവും കൂട്ടായ്മ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ഈ അസുഖം വന്ന ശേഷം അതിനെയൊക്കെ ഭഗവാൻ എനിക്ക് ശരിയാക്കി തരണമെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാവരോടും ചേട്ടൻസ്, ചേച്ചീസ്, അമ്മ, അച്ഛ ആൻഡ് മക്കൾസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരും എനിക്ക് റിക്വസ്റ്റാണ്, അവരെനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന്. ഞാൻ മറന്നു പോകും പെട്ടെന്ന്, എന്തൊക്കെ പറയണമെന്ന് അറിയുന്നില്ല. അപ്പോൾ